ആദ്യം ഉണർന്നത് മിഴിയാണ്. 6 മണിയാകുന്നതേയുള്ളൂ. അവളെ ഒരു കമ്പിളി ഷോള് പുതച്ച് പുറത്തേക്കിറങ്ങി. വെയിൽ ചെറുതായി വരുന്നതേയുള്ളൂ. മുഴുവനും മഞ്ഞാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അരിച്ചിറങ്ങുന്ന വെയിൽ അതിൽ ചുറ്റുമുള്ളതെല്ലാം തിളങ്ങുന്നത് പോലെ തോന്നി അവൾക്ക്. ആകെ ഒരു തണുപ്പും വെയിലിൻ്റെ ചെറുചൂടുമൊക്കെ ഒരു പ്രത്യേക ഭംഗി. അവൾ അവിടെ ആകെ ഒന്ന് നോക്കി. ചുറ്റും മരങ്ങളാണ്. ഒരുപാട് തരത്തിൽ പല വലുപ്പത്തിലെ അങ്ങനെ മുഴുവനും പച്ച പുതച്ച് കിടക്കുവാണ്. മരങ്ങളുടെ ഇടയിലൂടെ ഒരു ചെറിയ വഴി കാണാം. അതുപോലെ മുറ്റം നിറയെ പൂക്കളാണ്. എന്ത് ഭംഗിയാണെല്ലാം കാണാൻ. ഒരുപാട് വർണ്ണങ്ങളിൽ പൂക്കളുടെ വാസന അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു. കുഞ്ഞിക്കിളികൾ അവിടെ തേൻ കുടിക്കാൻ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. മനസ്സിന് തന്നെ ഒരു തണുപ്പ് കിട്ടുന്നു. ഗുഡ് മോർണിംഗ് പെണ്ണേ. സാം അപ്പോഴേക്കും വന്നു. അവനൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ ഓരോന്ന് സംസാരിച്ച് കുറച്ചു നേരം കൂടെ അവർ അവിടെ നിന്നു. അപ്പോഴും അവൻ നോക്കിയത് അവളുടെ കണ്ണുകളിലാണ്. വെയിലടിക്കുമ്പോൾ ആ നീല കണ്ണുകൾക്കൊരു പ്രത്യേക ഭംഗിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമായതും മേരി അമ്മച്ചി വന്നു. സാം അവരെ മിഴിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അമ്മയില്ലാത്തവൾക്ക് അവർ സ്വന്തം അമ്മയായി മാറി. രാവിലെ പാലപ്പവും ചിക്കനുമായിരുന്നു. ഒരു പ്രത്യേക രുചിയായിരുന്നു അതിന്. ഇടയ്ക്ക് സാമിന് മേരിയമ്മ വാരിക്കൊടുത്തു. അതുപോലെ മിഴിക്കും. ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. സാമിൻ്റെ ഒറ്റ നോട്ടത്തിൽ കൊച്ചിൻ്റെ കണ്ണുനീർ വരെ വറ്റിപ്പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയപ്പോൾ അവർ തോട്ടത്തിലേക്ക് നടന്നു. എപ്പോഴൊരു തണുപ്പ് അവിടെയാണ്. വെയിലുണ്ടെങ്കിൽ പോലും തണുപ്പാണ് മുന്നിൽ. മരങ്ങളുടെ ഇടയിലൂടെ ആ തണുപ്പിന് സാമിൻ്റെ കൈയും പിടിച്ച് നടക്കുമ്പോൾ മിഴിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒരിക്കലും ഈ കൈവിട്ട് കളയാൻ തോന്നിയില്ല. സാമും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവർ ആദ്യം പോയത് ഏലം, കുരുമുളക്, ജാതിയൊക്കെ കൃഷി ചെയ്യുന്നിടത്താണ്. അതിനെപ്പറ്റിയെല്ലാം സാം അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവളും അതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ആദ്യമായിട്ടാണ് സാം ഇത്രയും സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നത്. ഒരു ചെറിയ കാട് പോലും ഇല്ലാതെ അത്രയും ഭംഗിയായിട്ടാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അവർ പോയത് പൂക്കൾ കൃഷി ചെയ്യുന്നിടത്താണ്. പലതരം പൂക്കൾ, കൂടുതൽ റോസ് പൂക്കളാണ്. അതുമാത്രമല്ല ഒരുപാട് പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ മഞ്ഞിൽ കുളിച്ച് പൂക്കൾ നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നീട് അവർ പോയത് പഴങ്ങൾ കൃഷി ചെയ്യുന്നിടത്താണ്. അവിടെയും ഒരുപാട് വ്യത്യസ്തതയാർന്ന പഴങ്ങൾ ഉണ്ടായിരുന്നു. കിളികളൊന്നും കയറാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചീത്തയായി പോകുന്ന പഴങ്ങൾ കിളികൾക്കുള്ളതാണ്. അത് പുറത്തിട്ട് കൊടുക്കും. അത് കഴിക്കാൻ എണ്ണിയാൽ തീരാത്ത അത്രയും കിളികൾ വരും. ആ കാഴ്ച എത്ര കണ്ടാലും മടുക്കില്ല. അങ്ങനെ ചെയ്യണമെന്നത് സാമിന് നിർബന്ധമാണ്. പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട്. അവിടെ ഉണ്ടാവുന്നതിനെല്ലാം വല്ലാത്തൊരു ടേസ്റ്റുമാണ്. കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അവർ പഴങ്ങളൊക്കെ കഴിച്ച് അതിലൂടെ നടന്നു. ഒരിക്കൽ പോലും ആ കൈകൾ അകന്നില്ല. അകറ്റാൻ അവർ ശ്രമിച്ചതുമില്ല. 2 പേരും അവരുടെ ലോകത്തായിരുന്നു. കണ്ണുനീരിൻ്റെ കയ്പില്ലാത്ത ലോകത്തിൽ മിഴി സന്തോഷവതിയായിരുന്നു. അവളുടെ സന്തോഷത്തിൽ സാമും സന്തോഷവാനായിരുന്നു. നേരം പോയതേ അറിഞ്ഞില്ല. നേരം ഉച്ചയായി. പണിക്കാരും എല്ലാവരുമായിട്ട് മിഴി പെട്ടെന്ന് തന്നെ കൂട്ടായിരുന്നു. അവളൊരു പൂമ്പാറ്റയെ പോലെ അതിലെ പാറി പറന്നു. അവളുടെ അങ്ങനെ ഒരു ഭാവം ആദ്യമായി കാണുന്ന സാമും ഒരമ്പരപ്പിലായിരുന്നു. കുറുമ്പ് കാട്ടി എല്ലാവരോടും കളിച്ചും ചിരിച്ചും. ആ പഴയ നക്ഷത്രയുടെ യാതൊന്നും അവളിൽ ഇല്ല എന്ന് സാമിന് തോന്നി. അവളുടെ ഓരോ ഭാവങ്ങളും അവൻ നോക്കി നിന്നു മതിവരുവോളും. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് കിടന്നു. അതിനുശേഷം അവർ പുറത്തോട്ട് പോയി. ഉച്ച എന്ന സമയം നോക്കിയാലേ മനസ്സിലാവും. അതുപോലെയാണ് അവിടെ. ഒരു തണുപ്പും ആകെ മൂടിക്കെട്ടിയ അവസ്ഥ. പക്ഷെ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. അവരടുത്തുള്ളൊരു പുഴയിലാണ് പോയത്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലം. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്ന സ്ഥലം. കാൽപാദവും കുറച്ചുകൂടെ മൂടാൻ മാത്രം വെള്ളം അവിടെയുള്ളൂ. ചുറ്റും മരങ്ങളും മലകളും വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്തതിലും ഭംഗി. അവൾക്ക് ആ കാഴ്ചകളെല്ലാം അത്ഭുതമായിരുന്നു. ശരിക്കും പ്രകൃതി എത്ര സുന്ദരിയാണ്. അതിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കുന്നവർക്ക്. മിഴി അവിടെയുള്ള ഒരു പാറയിലിരുന്ന് കാൽ വെള്ളത്തിൽ ഇറക്കി വെച്ചു. നല്ല തണുപ്പാണ് വെള്ളത്തിന്. സാൽ കാലിൽ നിന്ന് കുറച്ച് ഉയർത്തി വെച്ചു. സാം അപ്പോഴാണ് അവളെ ശ്രദ്ധിക്കുന്നത്. വെള്ളത്തിൽ കാലിട്ട് കളിക്കുവാണവൾ. അവൻ അവളുടെ കാലിലേക്ക് നോക്കി. വെളുത്ത കാല്, അതിൽ ചുവപ്പ് നെയിൽ പോളിഷ് ഇട്ടേക്കുന്നു.
അതിലും അവന് ഇഷ്ടമായത് അവളുടെ ആംഗ്ലറ്റ് ആയിരുന്നു. ഒരു സിമ്പിൾ ബട്ടർഫ്ലൈ ആംഗ്ലറ്റ്. അത് അവളുടെ കാൽ കിടക്കുന്നത് കാണാൻ അത്രയും ഭംഗിയുണ്ട്. അതിലൊന്ന് ചുണ്ട് ചേർക്കാൻ തോന്നി അവന്. മിഴിപ്പെണ്ണേ, അവൻ വിളിച്ചു. എന്താ? ഒരു സ്ഥലത്തു കൂടി പോകാനുണ്ട്. അതിപ്പോൾ പോയാൽ ശരിയാവില്ല. രാത്രിയിൽ പോവണം. അവളെ കാണേണ്ടത് തന്നെയാണ്. ആണോ? ഇത് തന്നെ എന്തൊരു ഭംഗിയാണ് സാം. ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നു. ആ, നമുക്കൊരു വട്ടം പിള്ളേരൊക്കെ കൂട്ടിയിട്ട് വരാടി പെണ്ണേ. ഏത് പിള്ളേരെ? അവൾ ചോദിച്ചു. അത് പിന്നെ ആരോണിൻ്റെ പിള്ളേരെ കൊണ്ട് വരാമെന്ന് ഒരു വിധത്തിൽ പറഞ്ഞവൻ വേഗം കുറച്ച് മാറി നിന്നു. അവനെ തന്നെ നോക്കി നിന്ന് അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. രാത്രിയിൽ ഒരു 7 മണി ആയതും അവരിറങ്ങി. അവിടെ നിന്നും 1 കിലോമീറ്റർ മാത്രമേ ആ സ്ഥലത്തേക്കുള്ളൂ. നല്ല തണുപ്പുണ്ട്. രാത്രിയിലായതുകൊണ്ട് തണുപ്പ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ആ യാത്ര ഒരു സുഖമുള്ള യാത്ര തന്നെയാണ്. സ്ഥലമെത്തിയതും അവർ ഇറങ്ങി. ഇനി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു പോകണം. അവർ നടന്നു. വഴിയിലുടനീളം ഏതൊക്കെയോ പൂക്കളുടെ വശ്യമായ ഗന്ധം അവരെ തേടിയെത്തി. വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അത്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നതും മുന്നിൽ കണ്ട കാഴ്ച മിഴിയെ അവിടെ പിടിച്ചു നിർത്തി. അത്രയും ഭംഗിയായിരുന്നു അവിടെ. നീല വെളിച്ചത്തിൽ മുങ്ങിത്താണ് നിൽക്കുന്ന ഒരു തടാകം പോലെ ഒരു സ്ഥലം. ഏതാണ്ട് അതിൻ്റെ നടുക്ക് വരെ ചെല്ലാൻ പറ്റുന്ന പോലെ ഒരു പാലം. നല്ല നിലാവുണ്ടായിരുന്നത് കൊണ്ട് പകൽ പോലെ എല്ലാം വ്യക്തമായി കാണാമായിരുന്നു. അവൾ അവിടേക്ക് തന്നെ നോക്കി നിന്നു. മിഴിപ്പെണ്ണെ, ഇവിടെ നിൽക്കാനാണോ പ്ലാന്? അങ്ങോട്ട് പോകണ്ടേ? നല്ല രസമാണ് അവിടെ, വാ. അവൻ അവൻ്റെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ ആ കൈകളിലേക്ക് അവളുടെ കൈ ചേർത്തു. അവർ നടന്നതിൻ്റെ അറ്റത്തെത്തി. വല്ലാത്തൊരു ഭംഗിയാണ് അവിടെ. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് അവളുടെ മുഖത്ത് നിന്ന് തന്നെ അവന് വ്യക്തമായി. അവൾ ചുറ്റും നോക്കി, പിന്നെ കൈകൾ വിരിച്ചു പിടിച്ചു നിന്നു. അവൾക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. അവനെ നോക്കി കാണുവായിരുന്നു അവളെ, അവളുടെ അവൻ മാത്രം സ്വന്തമായ നീലമിഴികളെ. കുറച്ചു നേരം അവരുടെ ഇടയിൽ മൗനം വിരുന്നെത്തി. പരസ്പരം നോക്കാനോ സംസാരിക്കാനോ രണ്ടുപേർക്കും ബുദ്ധിമുട്ട് തോന്നി. അല്പം കഴിഞ്ഞ് സാം തന്നെ സംസാരിച്ചു തുടങ്ങി. മിഴി. അത്രയും ആർദ്രമായിരുന്നു അവൻ്റെ ശബ്ദം. അവൻ്റെ വിളിക്ക് മറുപടി നൽകാതിരിക്കാൻ അവൾക്കായില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് മിഴി എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ മിഴിക്കും അറിയാവുന്ന കാര്യമായിരിക്കും. വേണ്ട സാം, എനിക്ക് മനസ്സിലായി. എനിക്ക് പറ്റില്ല സാം. ഞാൻ ചേരില്ല നിങ്ങൾക്ക് ഒരിക്കലും. മിഴി, വേണ്ട സാം, എനിക്കറിയാം ആ മനസ്സ്. അതിലെനിക്ക് വേണ്ടിയുള്ള സ്നേഹവും. പക്ഷേ അർഹതയില്ല എനിക്ക്. ഒരു നരഭോജി എത്രയോ വട്ടം കടിച്ചു കീറിയ ശരീരമാണിത്. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ടുണ്ട് ഞാൻ. വേദനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ വേദനിച്ചു. ഒരുപക്ഷെ ഇനിയും അയാൾ എന്നെ തേടി വരുമോ എന്ന ചിന്ത പോലും എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട്. മിഴി, ആരെന്ത് പറഞ്ഞാലും നീ എൻ്റേതാണ്. വിധി നമ്മളെ ചേർത്ത് വെച്ചതാണ്. പിന്നെ യോഗ്യത, അർഹത. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. അതുതന്നെയാണ് നിന്റെ യോഗ്യത. എൻ്റെ കണ്ണിൽ നോക്കി പറയാൻ പറ്റുമോ പെണ്ണെ, ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്? ഞാൻ അടുത്ത് വരുമ്പോൾ ഈ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിച്ചിട്ടില്ല എന്ന്. കണ്ണുകൾ നാലുപാടും അലഞ്ഞു നടന്നിട്ടില്ല എന്ന്. നീ എന്നോട് കള്ളം പറഞ്ഞാലും ദേ ഈ നീലമിഴികൾ കള്ളം പറയില്ല. എന്തിനായി ഒളിച്ച കളി? നീ എൻ്റെ നല്ലടി മിഴിപ്പെണ്ണെ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. പേടിയായി എനിക്ക്. ഇനിയും അയാൾ വന്നെന്നെ കൊണ്ടുപോകുമോ എന്ന്. എനിക്ക് വയ്യ ഇനിയും അയാളെ സഹിക്കാൻ. എന്ത് വേദനയാണെന്നറിയോ അയാൾ എനിക്ക് തരുന്നത്? അതുപോലെ കള്ളു കുടിച്ച ഉപദ്രവം കൂടും. ഞാനിപ്പോഴും അയാളുടെ ഭാര്യയാണ്. എൻ്റെ കുഞ്ഞിനെ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവളുടെ ഉള്ളിലെ വിഷമങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വന്നു. അവളുടെ വിഷമങ്ങളെല്ലാം അവൻ്റെ നെഞ്ചിൽ അവൾ ഇറക്കി വെച്ചു. അവൻ അവളെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ ഉള്ളിലുള്ള ഭയം, സങ്കടമെല്ലാം മറവിയിലേക്ക് വിട്ടുകൊടുക്കാൻ ഈ കരച്ചിൽ ആവശ്യമാണ് എന്ന് അവന് തോന്നി. പക്ഷേ അതേസമയം തന്നെ അവളുടെ ഓരോ തുള്ളി കണ്ണുനീരിനും അവൻ്റെ നെഞ്ചിൽ ഓരോ അസ്ത്രങ്ങളായി പതിക്കുന്നത് അവൻ അറിഞ്ഞു. അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടതും അവൻ അവളെ നെഞ്ചിൽ നിന്ന് അകത്തി മാറ്റി. മതിവണ്ണി കരഞ്ഞത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്തും ഞാൻ സഹിക്കും, പക്ഷേ ഈ നീലമിഴികൾ നനഞ്ഞാൽ എനിക്കത് പറ്റില്ല പെണ്ണേ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി.
അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവളെ അത്ഭുതപ്പെടുത്തി. ആദ്യമായി സാമിൻ്റെ ഇങ്ങനെ ഒരു മുഖം കാണുന്നത്, അതും തനിക്ക് വേണ്ടി. ഇനിയും എങ്ങനെ ഞാൻ അകറ്റി നിർത്തും? കഴിയില്ല തനിക്കതിന്. എൻ്റെയാണ്, എൻ്റെ മാത്രം, എൻ്റെ സ്വന്തം. അവളൊന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് തലമുട്ടിച്ച് ചാഞ്ഞു നിന്നു. പെട്ടെന്നായതുകൊണ്ട് സാം ഞെട്ടിപ്പോയി. പിന്നെ അവൻ്റെ ചുണ്ടിൽ ആരെയും മയക്കുന്നൊരു കുസൃതി ചിരി വിരിഞ്ഞു. അവൻ്റെ പെണ്ണിനു വേണ്ടി മാത്രം. മിഴി അവനെ ഇറുക്കെ പുണർന്നു. എത്ര അവനെ കെട്ടിപ്പിടിച്ചിട്ടും അവൾക്ക് മതിയായില്ല. ആദ്യമായി മനസ്സിൽ പ്രണയത്തിൻ്റെ വിത്ത് പാകിയവൻ, എത്രയോ കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ഒരു വാക്കിനാൽ അതെല്ലാം മാറ്റിയെടുത്തവൻ. മിഴിപ്പെണ്ണേ, ഒരു ഉമ്മ തരട്ടെ? അവൾ മറുപടി പറയാതെ അവനെ കുറച്ചുകൂടെ ഇറുക്കെ പുണർന്നു. അതുതന്നെയായിരുന്നു അവനുള്ള മറുപടിയും. അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ്റെ പ്രിയപ്പെട്ട നീലമിഴികളിൽ അമർത്തി ചുംബിച്ചു. 2 കണ്ണിലും മാറി മാറി ചുംബിച്ചു. അവൾ കണ്ണുകളടച്ചത് സ്വീകരിച്ചു. അവൻ്റെ നാവ് അവളുടെ കണ്ണിന് മുകളിൽ കൂടെ അലഞ്ഞു നടന്നു. കൺപീലിയെ അവൻ നുണഞ്ഞെടുത്തു. ആദ്യമായി വേദനയ്ക്ക് പകരം ആലസ്യത്തോടെ അവളിൽ നിന്ന് ശീൽക്കാരം ഉയർന്നു വന്നു. അവൻ അവളിൽ നിന്ന് അകന്നു നിന്നു. അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ഇത്രയും മതി. നിന്റെ അച്ചായൻ്റെ സ്പെഷ്യൽ വാണിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിർത്താം. അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നിനക്കൊരാങ്ങളിലുണ്ട് എന്ന് ഓർക്കണമെന്ന്. അവൾക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. ആരുമില്ലാതെ കഷ്ടപ്പെട്ടവൾക്കിപ്പോൾ ഒരച്ചായനുണ്ട്, കുഞ്ഞിപ്പെങ്ങളുണ്ട്, അതിലുപരി ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരുവനും. അവൾ സാമിലേക്ക് ചേർന്ന് നിന്ന് തടാകത്തിലേക്ക് നോക്കി. ഇപ്പം അവൾ നേരത്തേക്കാൾ സുന്ദരമാണോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. സാമും അവളെ നോക്കി. തൻ്റെ നെഞ്ചിൽ ചേർന്നാണ് നിൽക്കുന്നത്. ഭയം എന്ന വികാരം അവളിൽ ഇപ്പോൾ ഇല്ല എന്ന് അവന് തോന്നി. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന തടാകത്തേക്കാൾ ഭംഗിയുണ്ട് അവളുടെ നീലമിഴിക്കുന്ന അവന് തോന്നി. മിഴിപ്പെണ്ണെ, ഒരു കാര്യം അറിയോ? എന്താ? ചുംബനത്തിൽ ഏർപ്പെടുന്ന സമയം നമ്മുടെ തലച്ചോറ് ഓക്സിഡോസിൻ, ഡോപാമൈൻ, സെറോട്ടോണിൻ തുടങ്ങിയ രാസഹോർമോണുകളെ പുറപ്പെടുവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിൽ അതിയായ ആഹ്ലാദമുണ്ടാക്കുകയും വാത്സല്യത്തിൻ്റെയും സ്നേഹബന്ധങ്ങളും വിചാരവികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇത് തലച്ചോറിൻ്റെ ആന്തരിക കേന്ദ്ര മണ്ഡലത്തെ കൂടുതൽ നേരം ജ്വലിപ്പിച്ച് നിർത്തുന്നു. അതോടൊപ്പം ഇത് തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ ഹോർമോണുകളുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ അധിക കലോറി കത്തിച്ചു കളയുന്നു. ഇക്കിൾ, തുമ്മൽ തുടങ്ങിയ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു ചുംബനം ലഭിച്ചാൽ അവ അപ്പോൾ തന്നെ ഇല്ലാതാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്നുള്ളൊരു ചുംബനത്തിന് നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളെ തൽക്ഷണം ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. സാമി, കൃഷിപ്പണി നിർത്തി ബയോളജി മാഷായിട്ട് പോയിക്കൂടെ? നല്ല ഭാവിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഇല്ലല്ലോ, ഒരുമാതിരി ബയോളജി ക്ലാസ് ഇരുന്ന പോലെ. മൂഡ് കളഞ്ഞു. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് സിമ്പിളാണ്. ചുംബനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലതാണ്. കലോറിയും കുറയും, BP കുറയും. അങ്ങനെ വാ, ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? വേണ്ട, എനിക്ക് BP നോർമലാണ്. പിന്നെ കലോറി കുറക്കാൻ ഞാൻ നടന്നോളാം. അതിൽ കൂടുതൽ ഫലം തരുന്നത് ഇതാണിടി. സാരമില്ല. അവൾ ചിരിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് നോക്കി നിന്നു. അവളെ പുറകിൽ നിന്ന് പുണർന്ന് അവളുടെ തോളിൽ താടി മുട്ടിച്ച് അവന് നിന്നു. 2 പേരുടെയും ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി ഉണ്ടായിരുന്നു. പ്രണയത്തിൻ്റെ ചിരി.